ഭക്ഷണത്തിന് മുമ്പാണോ വെള്ളം കുടിക്കേണ്ടത്, ശേഷമാണോ വെള്ളം കുടിക്കേണ്ടത്? മുമ്പ് അല്ലെങ്കിൽ ശേഷം? ശരി, മുമ്പോ ശേഷമോ ആവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നുകിൽ വെള്ളം കുടിക്കേണ്ടത് ഭക്ഷണത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കലാണ് നല്ലത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പിന്നെ ഇടയിൽ കുടിക്കാൻ തൊണ്ടയെ കുരുങ്ങിയാൽ പിന്നെ കുടിക്കണം, പിന്നെ അത് അറുപത്തിന്റെ ഘട്ടമല്ല. അല്ല, നിന്നോട് ആരാ പഠിപ്പിച്ചു തന്നത്? വെള്ളം കുടിക്കുന്ന സമയം ഇടത് കൈകൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈകൊണ്ട് താങ്ങി കുടിക്കണമെന്ന് ആരാ പഠിപ്പിച്ചത്? അതെവിടെ നിന്ന് കിട്ടിയ സമ്പ്രദായം? ആ സമ്പ്രദായം എവിടെ നിന്ന് കിട്ടിയ? ഫാഷൻ ആയിട്ടാ. പക്ഷെ നോക്ക്, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പൊക്കിയിട്ടൊരു താങ്ങല്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയം, എന്റെ വലത് കൈ കൊണ്ട് വെള്ളം കുടിച്ച് ആരെങ്കിലും തല്ലൂ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ കഴിക്കുമ്പോ ആ വെള്ളത്തിന്റെ പിടിച്ച അതെന്ത് വേസ്റ്റ് ആയി പോകും. എന്റെ കയ്യിലിരിക്കണ ചോറ് ഇപ്പൊ അതിലിത്തിരി പറ്റിയെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? വലത് കൈ കൊണ്ട് തന്നെ വെള്ളം കുടിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളിന് പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് മറ്റതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെള്ളം കുടിക്കുന്നത് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊരു ഹോബിയുണ്ട്. എന്തേ ഹോബി? പടച്ചവനെ, വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒരിത്തിരി, ഇപ്പൊ വെള്ളം കുടിക്കുമ്പോൾ ഒരല്പം ബാക്കി വെക്കുക. മൊത്തം കുടിച്ച ആർത്തിയാന്ന് വിചാരിക്കും. എല്ലാവരും ഒരല്പം ബർക്കത്തിന് വേണ്ടി വെക്കുന്നത് പോലെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ, വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഒരല്പം അവിടെ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം. കടയിൽ പോയി ചായ മേടിച്ചു, അവസാനം ഒരിത്തിരി ബാക്കി വെച്ചിട്ടേ പോകത്തുള്ളൂ. തിന്നാൻ പിടിച്ചിരുത്തി ഭക്ഷണം കഴിച്ചു, ഒരു ഇൽപ്പം അവിടെ വെച്ചിട്ട് പോകും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്തതാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കഴിക്കാൻ ഭക്ഷണം വാങ്ങിയിട്ട് അതിൽ ബാക്കി വെച്ചിട്ട് പോയാൽ അള്ളാഹുവേ ഈ ലോകത്തുള്ള സർവ്വതും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ടല്ലേ ചിലപ്പം ഒരുപാട്, ഇപ്പൊ ഞാൻ അങ്ങനെ പറയാറുണ്ട്, എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ നിങ്ങൾ ഭക്ഷണം വിളമ്പി കൊടുക്കരുത്. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൻ വന്നാൽ എല്ലാം എടുത്തവന്റെ മുന്നിൽ വെച്ചിട്ട് പറയണം, ഇത് നിന്റെ വീട്, നിനക്ക് ഇഷ്ടമുള്ളത് കഴിച്ചു. നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു മാന്യത എന്ന് പറഞ്ഞാൽ, വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു, ഭക്ഷണം എടുത്തു വെച്ചിട്ട് പറയണം, ഇതെല്ലാം നിനക്കുള്ളതാ. ഒന്നീ നീ വിളമ്പി കൊടുക്കുമ്പോ ഒന്നീ കൂടും, അല്ലെങ്കിൽ കുറയും. ഒന്നുകിൽ കൂടുതൽ കൊടുക്കും, അല്ലെങ്കിൽ കുറവ് കൊടുക്കും. കുറഞ്ഞു പോയാൽ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നോട് പ്രയാസം തോന്നും, കൂടിപ്പോയാലും അള്ളാഹുവെ പ്രയാസമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭക്ഷണം വീട്ടിൽ വരുന്ന വിരുന്നുകാരന്റെ മുന്നിൽ വെച്ചു കൊടുത്തിട്ട് പറയണം, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ തിന്നോ, ഇത് നിന്റെ സ്വന്തം വീടെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ വാരിക്കോരി ഇട്ടിട്ട് അവനെ ബുദ്ധിമുട്ടിക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, മൂന്നാമത്തെ ഒരു ഗുണമുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്നുന്ന പാത്രത്തിൽ തന്നെ വേസ്റ്റ് വെക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ പലർക്കുണ്ട്. തിന്നുന്ന പാത്രത്തിൽ വേസ്റ്റ് വെക്കും, താഴെ വെക്കൂല. തിന്നുന്ന പാത്രത്തിന്റെ സൈഡിൽ എല്ല് കടിച്ചിട്ട് അവിടെ വെക്കും, മീന്റെ മുള്ള അവിടെ വെക്കും, എല്ലാം വാരി വാരി സൈഡിൽ വെക്കും, ഇടയ്ക്ക് ഇങ്ങനെ വാരി തിന്നും. എന്റെ പ്രിയമുള്ളവരെ, നിനക്ക് ശാപം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇത്തിരി വാരിയിട്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, എന്തായാലും നിന്റെ ഭാര്യ തുടയ്ക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം നമ്മുടെ ഭാര്യ വേസ്റ്റ് ബോക്സ് ഇല്ലെങ്കിൽ നീ ഇടണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്നുന്ന പാത്രത്തിൽ തന്നെ നിന്റെ വേസ്റ്റ് വെക്കല്ലേ, നിന്റെ വേസ്റ്റ് വെക്കല്ലേ. അല്ലാഹുവേ, നിനക്ക് ശാപം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പലരും കയ്യിൽ വെച്ചിട്ടാ തിന്നണ. കല്യാണ വീട്ടിൽ പോയിട്ട് വെട്ടി നിന്ന് തിന്നുന്നവനോട് ഇത് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കല്യാണ വീട്ടിൽ പോയി സ്വന്തമായിട്ട് വിളമ്പ് കൈ വെച്ചിട്ട്, ആഹാരം ശരീരത്ത് വെച്ചിട്ട് കഴിക്കല്ലേ, നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭക്ഷണം ശരീരത്ത് വെച്ചിട്ട് കൈ വെച്ചിട്ട് തിന്നരുത്, മടി വെച്ചിട്ട് തിന്നരുത്. ഒന്നീ തറയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഡെസ്കിന്റെ മുകളിൽ വെച്ചിട്ട് ശരീരത്ത് വെച്ചിട്ട് ഭക്ഷണം വാരി തിന്നരുത്. അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ ഈ 3 സുന്നത്തുകൾ നിനക്കൊന്ന് ഹയാത്താക്കാൻ കഴിയുമോ? ഈ പറയുന്ന 3 സുന്നത്തുകൾ ഇത് നിസാരമായി തള്ളിക്കളയുന്നവരാണല്ലോ. ഇതെങ്കിലും നിന്റെ ജീവിതത്തിലൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, മൻ ഹാഫദ അലാ സുന്നതി അക്റമഹുല്ലാഹു ബി അർബഅതി ഹിസാൽ.
ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു സുന്നത്തെങ്ങാനും ജീവിതത്തിൽ ഹയാത്താക്കിയ അല്ലാഹു അവന് 4 പ്രതിഫലം കൊടുക്കും. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു നിനക്ക് 4 പ്രതിഫലം തരും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, പ്രവാചകന്റെ ഒരു സുന്നത്തെങ്ങാനും ജീവിതത്തിൽ ഹയാത്താക്കിയ ഉസ്താദേ, ഞാൻ തലയിൽ തൊപ്പി ധരിക്കും ഉസ്താദ്, ഞാൻ താടി വളർത്തും ഉസ്താദ് എന്ന് പടച്ചവര്, സുന്നത്തായ രീതിയിൽ ഞാൻ മുടിവെട്ടും ഉസ്താദ് എന്ന് പറയാ കഴിയുമോ ചെറുപ്പക്കാരാ? എന്ന് തീരുമാനമെടുക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിനക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ പ്രതിഫലം കിട്ടും. ഈ ദുനിയാവിൽ വെച്ച് 4 പ്രതിഫലം. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അൽ മഹബ്ബത്തു ഫീ ഖുലൂബിൽ ബററാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മോനെ, സുന്നത്തായ രീതിയിൽ നിനക്കൊന്ന് മുടിവെട്ടാൻ പറ്റുമോ? ഒരേ ലെവലായിട്ട് ഒന്നിന് നീ വെട്ടാതെ നടക്കടോ. ആണും പെണ്ണും കെട്ട രീതിയിൽ നടക്കല്ലേ ചെറുപ്പക്കാരാ. എടാ, ഒന്നിയിൽ ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടുമല്ലാതെ 9നെ പോലെ ജീവിക്കല്ലേ ചെറുപ്പക്കാരാ. പടച്ചവനെ, ഇന്നത്തെ ചെറുപ്പക്കാരുടെ കോലം എങ്ങനെയാണ്? അവന്റെ ഉമ്മയെ പോലെ മുടി വളർത്തുന്നവർ, അവനല്ലാഹുവേ പടച്ചവര്, സർവ്വചരാചരങ്ങളും നിന്നെ ശപിക്കുമടാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിനക്കൊരു സ്ഥാനമുണ്ടാകുമടോ. എന്നെ ചെറുപ്പക്കാരനെന്ന് പറഞ്ഞോ, പള്ളിയിലെ ഖതീബ് പറയും നല്ല ഒരു മനുഷ്യനാ. ഇവിടത്തെ ഹാജിയാക്കന്മാരോട്, ഇവിടത്തെ കാരണവന്മാരോട് അല്ലാഹുവേ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിച്ചാ അവര് പറയും അവനൊരു നല്ല ചെറുപ്പക്കാരനാ. മോനെ, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അല്ലാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ടാകും. പൊന്നുപോര്, എല്ലാരും നിന്നെ ബഹുമാനിക്കുമടോ. പലരും പറയാറുണ്ട്, പ്രായമായിട്ടും ആരും എന്നെ ബഹുമാനിക്കുന്നില്ല. എങ്ങനെ ബഹുമാനിക്കാരാ? മോനെ, നിന്റെ ജീവിതം നന്നാകാത്തത് കൊണ്ടോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആരെങ്കിലും എന്റെ ഒരു സുന്നത്ത് തന്റെ ജീവിതത്തിൽ ഹയാത്താക്കിയ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം ഈ നാട്ടിലെ നല്ലവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്നും അവൻ അല്ലാഹു ഒരു സ്ഥാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 2, അൽ ഹൈബത്തു ഫീ ഖുലൂബിൽ ഫജറാ. എന്റെ പ്രിയമുള്ളവര്, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? എല്ലാ ലോകത്ത് നീ ഒരുത്തനെയും ഭയക്കണ്ടോ. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവല്ലാതെ ഒരു മഖ്ലൂഖിനെയും നീ ഭയക്കണ്ട. മോനെ, നിന്നെ എല്ലാവർക്കും പേടിയാടാ. നിന്റെ ശത്രുവിന് അല്ലാഹു നിന്നെ കുറിച്ച് പേടി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഹയാത്താക്കുന്നവൻ അവന്റെ ശത്രുവിന്റെ ഹൃദയത്തിൽ അല്ലാഹു പേടി കൊടുക്കും. നിന്നെ കാണുന്നതേ പേടിയാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ളവരെ, രാജ്യമാര് ഭരിക്കട്ടെ, ആരെല്ലാം നമുക്കെതിരെ ഒറ്റക്കെട്ടാകട്ടെ, പ്രളയം പോലെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി വന്നാൽ പേടിയാടാ ചെറുപ്പക്കാരാ. താടി വളർത്തുന്നവനെ തീവ്രവാദി എന്ന് വിളിച്ചാൽ മനസ്സിന്റെ ഉള്ളിലെ തീവ്രവാദി എന്ന് വിളിക്കുമ്പോഴും അവന് പേടിയാ പോലും. അവന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോരെ, മഹാനായ റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിരുന്നിന് വിളിച്ചു. രാജകൊട്ടാരത്തിന്റെ മധ്യഭാഗത്ത് പോയിരിക്കുകയാ. എടാ പടച്ചവര്, കാലം മാറുന്ന
മാറുന്നതിനനുസരിച്ച് ഇസ്ലാം മാറൂല. ഇബ്നു ആമിർ എന്ന് പറയുന്ന ചുണക്കുട്ടിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളിൽപ്പെട്ട ചെറുപ്പക്കാരനാണ്. പടച്ചവനെ യൂറോപ്പിന്റെ ഭരണാധികാരി മുഴുവനും വിരുന്നിന് വിളിച്ചു. ചെന്നു ഭക്ഷണം കഴിക്കാതിരുന്നു. എല്ലാ ഭരണാധികാരികളും ഭക്ഷണം കഴിക്കാതിരുന്നു. ഇബ്നു ആമിർ റളിയല്ലാഹു തആല ബിസ്മി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുകയാ. രാജാവിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നേതാക്കന്മാരുടെ നടുക്കിരിക്കുമ്പോ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയാണ്. ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയാ. ഇബ്നു ആമിർ റളിയല്ലാഹു തആല താഴെ വീണ ഭക്ഷണം ഇടത് കൈകൊണ്ട് വാരിയെടുത്തിട്ട് തന്റെ പാത്രത്തിനകത്തിട്ടിട്ട് പിന്നെയും ഇങ്ങനെ വാരി കഴിക്കുന്നത് കണ്ടപ്പോ നേതാക്കന്മാര് മുഴുവനും അറപ്പോടെ നോക്കുകയാണ്. എല്ലാവരും വെറുപ്പോടെ നോക്കുകയോ. ആ സമയത്ത് ആ രാജകൊട്ടാരത്തിന്റെ രാജാവുണ്ടല്ലോ, അവിടെന്ന് ചോദിച്ചു, ആമിറേ, എന്തിനാടാ എച്ചിരി വാരി തിന്നുന്നത്? എന്തിനാ നീ ദാരിദ്ര്യം കാണിക്കുന്നത്? പട്ടിണിയൊക്കെ നിന്റെ മുഹമ്മദിന്റെ നാട്ടിലല്ലേ? നിന്റെ നേതാവിന്റെ മക്കയിലും മദീനയിലുമല്ലേ പട്ടിണി കിടക്കുന്നത്? ഈ ഇരിക്കുന്നത് മുഴുവനും നിനക്ക് തിന്നുന്നതിന് വേണ്ടിയല്ലേ? എന്തിനാ ആമിറെ വേസ്റ്റ് വാരി തിന്നുന്നത്? ഇബ്നു ആമിർ എന്ന ചെറുപ്പക്കാർ ചാടി എഴുന്നേറ്റ് തന്റെ ഉറയിൽ നിന്ന് വാള് വലിച്ചൂരിയിട്ട് രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ നടുക്കിരുന്നിട്ട് ഭരണാധികാരിയുടെ നെഞ്ചത്തേക്ക് നീട്ടിയിട്ട്, എടാ പമ്പര വിട്ടി, നിനക്കൊക്കെ വേണ്ടി, ഈ വിട്ടികളായ നിനക്കൊക്കെ വേണ്ടി എന്റെ റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത് കളയാ എന്നെ കൊണ്ട് കടിയില്ലടാ എന്ന് പറഞ്ഞെങ്കില് അതാണ് ചെറുപ്പക്കാരാ ചങ്കൂറ്റ്. അതാണടാ ആണത്തം. ഈ ആണത്തം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഹയാത്താക്കിയാൽ അവന്റെ ശത്രുവിന്റെ ഹൃദയത്തിൽ അല്ലാഹു പേടി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എത്ര പേര് ഒരുമിച്ചാലും നീ പേടിക്കണ്ട. 3, ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, അല്ലാഹു നിന്റെ ഭക്ഷണത്തില്, പടച്ചവൻ നിന്റെ റിസ്കില് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ മക്കള് പട്ടിണിയാകുമല്ലോ, എന്റെ കുടുംബം പട്ടിണിയാകുമല്ലോ, എന്റെ മക്കളുടെ വിവാഹം എങ്ങനെ നടക്കും? നീ കാളയെ പോലെ രാവും പകലും കിടന്ന് കഷ്ടപ്പെടണ്ട. അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരൂല. ഒരുത്തന്റെ മുന്നിലും കൈനീട്ടിയിട്ട് യാചിക്കേണ്ട ഒരു ഗതി അല്ലാഹു നിനക്ക് തരില്ല. ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള പെങ്ങള്, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, പടച്ചവൻ നിന്റെ റിസ്കില് ബർക്കത്ത് നൽകുകയാ. ഒരിക്കലും പടച്ചറപ്പ് നിനക്ക് പട്ടിണി തരൂല. ഒരിക്കലും നിനക്ക് അല്ലാഹുവേ ഹറാമ് തിന്നേണ്ട ഒരവസ്ഥ നിനക്ക് തരൂല. 4ാമത്തെ പ്രതിഫലം എന്ത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് മുതൽ നല്ല രീതിയിൽ മുടിവെട്ടുമെന്ന് തീരുമാനമെടുക്കുന്ന ചെറുപ്പക്കാരാ, നല്ല വസ്ത്രം ധരിക്കുമെന്ന് ചെറുപ്പക്കാരാ, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുമെന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, ശരീരം മറച്ചിട്ട് നടക്കുമെന്ന് തീരുമാനിക്കുന്ന പെങ്ങള്, തലമറക്കുമെന്ന് തീരുമാനമെടുക്കുന്ന പെങ്ങള്, തേക്കുമെന്ന് അല്ലാഹുവേ, ഇനി എന്റെ നഖത്ത് ഞാനൊന്നും തേക്കൂല, എന്റെ ചുണ്ടില് ഞാനൊന്നും തേക്കൂല, എന്റെ പിരിയത്തിൽ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കുന്ന പെങ്ങള്, അല്ലാഹു തരുന്ന 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മോഹമില്ലേടാ ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അഭിലാഷമല്ലേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊതി തോന്നാറില്ലേ ചെറുപ്പക്കാരാ? മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കണമെന്ന് മോഹമില്ലേ? വല്ലാത്ത കൊതിയല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അല്ലാഹുവേ, പടച്ച റബ്ബ് നിനക്ക് ദീൻ ഉറപ്പിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈമാൻ
ഇരിക്കുന്നോന് തുണ്ടം തുണ്ടമായി വെട്ടിയാലും നിന്റെ ഈമാൻ പതറൂലടാ. ഈമാൻ നിന്റെ ഹൃദയത്തിൽ ഉറക്കുകയാ. ഒരു പണത്തിനും ഒരു പ്രലോഭനങ്ങൾക്കും നിന്നെ തകർക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, പൊന്നുമോളെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച എത്ര വലിയ കൊലകൊമ്പം വന്നിട്ടും നിന്റെ പൊന്നുമോളെ മാറ്റാതോക്കിയാൽ അവള് പറയുമെന്നെ കിട്ടൂല. ഏതീമാനെന്നറിയുവോ, ഏതീമാനെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ടവരെ? ഈമാനെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? മഹാനായ സയ്യിദുനാ ബിലാൽ, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും റോഹിന്റെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തവരാ. അവരുടെ അവസ്ഥകൾ കണ്ടവരാണ്. പടച്ചവനെ, പച്ച മനുഷ്യനെ ജീവനോടെ കത്തിക്കുന്ന കാഴ്ച. അല്ലാഹുവേ, അല്ലാഹുവേ, ചില്ലിന്റെ മുകളിൽ കടത്തിയിട്ട് വാഹനം കയറ്റി ഇറക്കുന്ന രംഗം, മൂക്കും ശരീരവും ചെത്തിയെടുക്കുന്ന രംഗം, പടച്ചവരെ പിഞ്ചു കുഞ്ഞുങ്ങളെ കെട്ടി തൂക്കി കൊല്ലുന്ന രംഗം കണ്ടവരാ. എന്റെ പ്രിയമുള്ളവരെ, ഈ കാഴ്ച ആദ്യമായിട്ട് ഇത് അനുഭവിച്ചതാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ബിലാൽ. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിലെ കയറിട്ട് മുറുക്കിയിട്ട് തെരുവിലൂടെ കുട്ടികൾ ഇങ്ങനെ വലിച്ചടച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ചെറുപ്പക്കാരാ, നെഞ്ചത്ത് കരിമ്പാറയെടുത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് തല്ലിച്ചതയ്ക്കുമായിരുന്നടാ. വിഷം നട്ട് വെള്ളത്തിന് വേണ്ടി കിടന്ന് യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തിട്ട് വായിലൊടിച്ചു കൊടുക്കും. ചെറുപ്പക്കാരാ, ഒന്നിയിൽ നീ ഇവിടെ നിന്ന് ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരണം, അല്ലെങ്കിൽ നീ കാഫിറായിട്ട് ചാകണം. നിനക്ക് ഞാൻ രക്ഷപ്പെടാൻ അവസരം തരൂല. ബിലാൽ തങ്ങളെ തല്ലിച്ചതയ്ക്കുമ്പോ അവിടുന്ന് വിളിച്ചത് അല്ലാഹു വഹദ്. മോനെ, ആ ഈമാൻ നിനക്ക് വേണോ? ചെറുപ്പക്കാരാ, ആ ഈമാനാണടാ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. നമ്മളെ എന്ത് ചെയ്താലും തകർക്കാൻ കഴിയാത്ത ഈമാനാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകർ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകനും സഹാബത്തും ഇങ്ങനെ നടന്നു പോകുമ്പോ ഖുറൈശികൾ ഒരു പാവപ്പെട്ട കുടുംബത്തെ തല്ലിച്ചതയ്ക്കുകയാ. ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് ഒരു ഭർത്താവിനെയും ഭാര്യയെയും അല്ലാഹുവേ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാണ്. സുമയ്യാ ബീവി റളിയല്ലാഹു തആല അൻഹ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രണ്ടുപേരെയും തല്ലിച്ചതയ്ക്കുന്ന രംഗവാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുവോ? എന്തേ ചെയ്തതെന്നറിയുവോ? സുമയ്യാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിന് കയ്യും കാലും കെട്ടിയിട്ട് പടച്ചവനെ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീഴായി കെട്ടി നിർത്തിയിരിക്കുകയോ. ശരീരം മുഴുവനും കത്തിയിട്ട് പച്ചയിറച്ചി കരിയുന്നത് കണ്ടപ്പോ സുമയ്യാ ബീവി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റിട്ട് ഓടി വന്ന് ഭർത്താവിനെ വെളിയിലേക്ക് തള്ളിയിടുകയാ. ശരീരം മുഴുവനും നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണ്ണിലേക്ക് തള്ളിയിട്ടു. അല്ലാഹുവേ, ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞ് എല്ലുകൾ വെളിയിൽ കാണുന്ന രീതിയില് അല്ലാഹുവേ സുമയ്യാ ബീവിയുടെ ഭർത്താവ് ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നു. ശരീരത്തൊന്ന് തൊടാൻ പോലും കഴിയുന്നില്ല, മുഴുവനും കത്തിക്കരിഞ്ഞിരിക്കുകയാ. ആ സമയത്ത് ആ സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ജീവിതകാലം മുഴുവനും ഇങ്ങനെയാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല ഇല്ല യാസിറേ, ഇല്ല യാസിറേ, നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിലാ. സുമയ്യാ ബീവി റളിയല്ലാഹു തആല അൻഹ കേൾക്കേണ്ട താമസമുണ്ടല്ലോ, ഞങ്ങൾ കുടുംബസമേതം സ്വർഗ്ഗത്തിൽ പോകുമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു തന്റെ ഭർത്താവിനോട്, തോറ്റുകൊടുക്കല്ലേ, ഇവന്മാര് നമ്മളെ കൊന്നാലും നമ്മൾ തോറ്റുകൊടുക്കാൻ പാടില്ല. അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. ശരീരം മുഴുവൻ
മുഴുവനും കത്തിക്കരിഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് ചാട്ടവാറുകൾ കൊണ്ട് ശത്രുക്കളെ തല്ലുമ്പോഴും സുമയ്യ ബീവി പറഞ്ഞു തോറ്റുകൊടുക്കല്ലോ. പടച്ചവരെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലുണ്ടല്ലോ ഒരു പഠിപ്പിച്ച കമ്പിയെടുത്തിട്ട് സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ കുത്തിയിറക്കുകയാ. അടിവയറ് തുളച്ചിട്ട് കമ്പി വെളിയിലേക്ക് വന്നു. സുമയ്യ ബീവി മണ്ണിലേക്ക് മരുഭൂമിയിലേക്ക് വീഴുകയാ. മരണത്തോട് മല്ലടിക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞ് തോറ്റുകൊടുക്കല്ലേ, തോറ്റുകൊടുക്കല്ലേ. നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗമുണ്ട്, നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗമുണ്ട്. ശരീരം കുത്തുകൊണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും സുമയ്യ ബീവി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലിനെ സഹിച്ചില്ല. മറിച്ച് കടത്തിയിട്ട് ആ കുത്തിയ കുന്തം വലിച്ചൂരിയിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യ ഭാഗത്തേക്ക് കുത്തിയിറക്കുകയാ. എന്നിട്ട് റബ്ബേ പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴും സുമയ്യ ബീവി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു തോറ്റുകൊടുക്കല്ലേ. അല്ലാഹുവാണ് വലിയവർ, അല്ലാഹുവാണ് വലിയവർ. അബൂജഹൽ കാലെടുത്തിട്ട് സുമയ്യ ബീവിയുടെ കഴുത്തിൽ ചവിട്ടിയിട്ട് മണ്ണിലേക്ക് ചവിട്ടി താറ്റി. അപ്പോഴും സുമയ്യ പറഞ്ഞത് അല്ലാഹു അഹദ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ ഇതുപോലെ ഈമാൻ വേണോ? എന്താണ് ഇതിന്റെ കാരണമെന്നറിയുവോ? തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചപ്പോഴും അവര് തോറ്റുകൊടുക്കാത്തതിന്റെ കാരണമെന്താ? മാസിതാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ 3 മക്കളെ അല്ലാഹുവേ തിളച്ചു പറയുന്ന എണ്ണയ്ക്കകത്തേക്ക് തന്റെ പൊന്നാര മക്കളെ ജീവനോടെ കെട്ടിയിറക്കിയപ്പോ ആ മാസിതാ ബീവി തോറ്റുകൊടുക്കാതെ ചിരിച്ചതെന്തിനെന്നറിയുവോ? 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച പ്രിയപ്പെട്ട മക്കളെ തിളച്ചു മറിയുന്ന എണ്ണയിൽ ഓരോന്നായിട്ട് കരിക്കുമ്പോഴും തന്റെ പൊന്നാര മക്കളെ തീക്കകത്ത് കിടന്ന് മരണപ്രാളത്തിൽ പിടയുമ്പോഴും ചിരിച്ചുകൊണ്ട് നിന്നതിന്റെ കാരണമെന്തെന്നറിയുവോ? ഈമാൻ കിട്ടിയതിന്റെ കാരണമെന്ത്? അവർ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരാ. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു നിനക്ക് തരുന്ന 4ാമത്തെ പ്രതിഫലം അല്ലാഹു നിന്റെ ഈമാൻ ഉറപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ ഈമാൻ തരണേ പടച്ചവര്, ആ ഈമാൻ തരണേ പടച്ചവര്. ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഈമാൻ തരണേ അല്ലാഹ്. ഈ ലോകത്തോട് യാത്ര പറയാ കിടക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ടവനെ തട്ടിപ്പറിക്കാൻ വരുമ്പോ, നിങ്ങളുടെ ഈമാൻ കൊണ്ടുപോകാൻ വരുമ്പോ അല്ലാഹുവേ അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാറുള്ള ഭാഗ്യം തരടേ അല്ലാഹ്. ഞങ്ങളുടെ അവസാനം നന്നാക്കി തരടേ അല്ലാഹ്, ഞങ്ങളുടെ അവസാനം നന്നാക്കി തരടേ അല്ലാഹ്. പടച്ചവര് ഈ സദസ്സിന് അതൊരു സബബാക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കണമെന്ന നീയത്തോട് എന്റെ പ്രിയമുള്ളവരെ സംഘടിപ്പിച്ച പരിപാടിയാ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ കൊടുക്കുവോ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള മോഹം കൊണ്ടാ ഞാനും നിങ്ങളും ജനിച്ച സമയം നമ്മൾ കരയുന്നത് കണ്ടിട്ട് ശൈത്താൻ ചിരിച്ച ചെറുപ്പക്കാരാ. നമ്മളെ നുള്ളി നോവിപ്പിച്ചിട്ട് ശൈത്താൻ നമ്മുടെ മുന്നിൽ നിന്ന് ചിരിച്ചവനാ. അവനെ കരയിപ്പിക്കണം മോരെ, അവന്റെ ഹൃദയത്തിലെ വേദന കൊടുക്കണം മോരെ. എപ്പോഴും നിറയുവോ? മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറഞ്ഞുകൊണ്ട് നീ മരിക്കുന്നത് കണ്ടിട്ട് അവൻ കരയണം ചെറുപ്പക്കാരാ. അതിനു വേണ്ടിയാ മോന് ഈ കൊടുക്കുന്നത്, അതിനു വേണ്ടിയാ ചെറുപ്പക്കാരാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖയിട്ടോ. റഹീമായ കരുണയുള്ള ദയാലുവായ മലിക്കുൽ ജബ്ബാറായ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അല്ലാഹ് ആരെല്ലാം ഒരു നല്ല സദഖ കൊടുക്കുന്നു അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. അവരുടെ അവസാനം നന്നാക്കണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരുന്നു. ഒരു നല്ല മരണം. നീ ജനിച്ചപ്പോ ശൈത്താൻ ചിരിച്ചു, ഞാൻ കരഞ്ഞു. ഞാൻ ജനിച്ചപ്പോ ഞാൻ കരഞ്ഞു, ശൈത്താൻ ചിരിച്ചു. എനിക്ക് മരിക്കുമ്പോ എനിക്ക് ചിരിക്കണം, ശൈത്താന് കരയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശൈത്താനെ കരയിപ്പിക്കാനുള്ള ഒരു സദഖ എല്ലാവരും പോക്കറ്റി കൈയിട്ടു. ഇപ്പൊ ശൈത്താൻ നിന്റെ കൈ പിടിച്ചിട്ട് ചിരിച്ചോണ്ട് പറയും, വേണ്ടടാ, കൊടുക്കണ്ടടാ എന്ന് പറഞ്ഞ് നീ അവന്റെ കൂടെ കൂടിയ നാളെ നീയും കരയും, അവൻ ചിരിക്കും. കൊടുത്ത നീ ചിരിക്കും, അവൻ കരയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബിസ്മില്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, നിന്റെ സുന്നത്തിന്, നിന്റെ പ്രവാചകന്റെ സുന്നത്ത് പറഞ്ഞ സദസാട് അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു അവരുടെ അവസാനം നന്നാക്കണേ അല്ലാഹ്. അവരുടെ മുഖത്ത് നീ പുഞ്ചിരി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മയ്യത്ത് കാണുന്നവർ മുഴുവനും മരിച്ചാൽ ഇവൻ മരിച്ചതുപോലെ മരിക്കണമെന്ന് പറയണേ അല്ലാഹ്. പടച്ചവരേ, നിന്റെ പ്രവാചകനെ സ്വപ്നം കാണാ ഭാഗ്യം നൽകണേ അല്ലാഹ്. നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാതെ ഈ പാപങ്ങളെ സഹായിക്കുന്നവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ രണ്ടാമത്തെ വിഭാഗം ജീവിതത്തിൽ സുന്നത്ത് ചെയ്യുന്നവർ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ നിർത്താറായിട്ടാ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് 11:15 11:30 നിർത്താമെന്ന് പറഞ്ഞു. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അല്ലാഹു നമുക്ക് വാക്ക് പാലിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ? നിങ്ങൾ ഇരുന്ന ഒരു ഇത്തിരി നേരം കൂടെ പറയില്ലെങ്കിൽ ഞാൻ ദുആ ചെയ്യും. എന്ത് വേണം? മണിയർ രഹസ്യമൊന്നും അല്ലല്ലോ. ഈ ഉസ്താദൊക്കെ വഴുത് പറഞ്ഞ എല്ലാരും കേൾക്കാനിരിക്കും. നമുക്ക് പറ്റുമല്ലോ. എന്ത് വേണം? പറയണോ ഇരിക്കോ? ദുആ ചെയ്യണോ ഇരിക്കോ? പറയണം. ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കേ. എനിക്ക് ഒരു പവനൊന്നും വേണ്ട. പെൺകുട്ടികളെ കെട്ടിക്കാൻ ഒരു പവനൊന്നും വേണ്ട. ഞാൻ 1 ഗ്രാമേ ചോദിക്കത്തുള്ളൂ. ഒരേ 1 ഗ്രാം. അത് ഈ വർഷമല്ല, അടുത്ത വർഷം അറൂസിൽ അൽഹംദുലില്ലാഹ് പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം. ഞാൻ അത് ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പൈസയുടെ കാര്യം പറയുമ്പോ ഇല്ല, എന്റെ ചങ്ങായിമാരെ എല്ലാരും പറയണൊരു മറുപടി ഉണ്ട്. നിങ്ങൾ സ്വന്തം ശാപം വലിച്ചു വെക്കണവരാ പലരും. നിങ്ങളുടെ ജീവിതത്തിന്റെ നാശം നിങ്ങൾ തന്നെയാ, വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട. എല്ലാവരോടും ചോദിക്കും പൈസയുണ്ടോ? ഇല്ല ഉസ്താദെ. കൈ വെച്ചിട്ട് പറയില്ല. നോട്ട് നിരോധനം വന്നു, ആകെ ഒന്നുമില്ല. ആരാ പറഞ്ഞ? എല്ലാ എണ്ണത്തിന്റെ കയ്യിലും ലക്ഷങ്ങൾ ഇരിപ്പുണ്ട്. 2000-ന്റെ നോട്ട് മോഡി സാറ് നിർത്തി. ബാങ്കിലോട്ട് പോകുന്നൊന്നും തിരിച്ചു വരുന്നില്ല. അത് കാരണം ഇപ്പൊ വീട്ടിൽ വെച്ചിരിക്കുക. നേരത്തെ 500-ന്റെ 1000-ന്റെ ഒക്കെ കെട്ടുകണക്കിന് വെക്കണമായിരുന്നു. ഇപ്പൊ എളുപ്പ വഴിയാ, ഇത്തിരി വെച്ചാൽ മതി. വെക്കാൻ നല്ല സ്ഥലമാണ്. എല്ലാവരും കയ്യിൽ പൈസ വെച്ചിട്ടുണ്ട്. പക്ഷെ ചോദിച്ചാ പറയും ഇല്ല. നീ 10 പ്രാവശ്യം ഇല്ല എന്ന് പറയുമ്പോ അള്ളാഹു നിന്നെ എത്തിങ്ങാനലാക്കി കളയും. കാരണം നീ കൈ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരുപാട് പ്രാവശ്യം കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് കള്ളം പറഞ്ഞു. അവസാനം അള്ളാഹു നിന്നെ അങ്ങനെ തന്നെ ആക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. കയ്യിൽ വെച്ചിട്ടില്ല എന്ന് പറയുന്നു. കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ മനസ്സില്ല എന്ന് പറയണം. ഞാൻ തരൂല, അതിനാണത്തുണ്ട്.
വീട്ടിൽ ഒരാൾ വന്നു, ഞാൻ തരൂല, എന്റെ കയ്യിലുണ്ട്, അതിലൊരു മര്യാദയുണ്ട്, അല്ലെങ്കിൽ കൊടുക്കുക. വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ എത്ര പാപം വലിക്കണേ. കൈ വെച്ചിട്ട് കള്ളം പറഞ്ഞ പാപം കൂടാ. കള്ളം പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്ത്? കള്ളം പറയുന്നവന് കിട്ടുന്ന പ്രതിഫലം എന്ത്? നാളെ അവന്റെ തല പട്ടിയുടെ തലയും കഴുതയുടെ രൂപവുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കള്ളം പറയരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോ സഫിയ റളിയല്ലാഹു തആല അൻഹ തന്റെ മകനോട് വിളിച്ചു, മോനെ നീ വാടാ, ഒരു സമ്മാനം തരാം. ഒരു പെണ്ണ് തന്റെ മകൻ വെളിയിൽ കളിച്ചോണ്ടിരിക്കണ, എത്ര വിളിച്ചിട്ടും വരുന്നില്ല, അവനെ വിളിച്ചു, വാടാ മോനെ, ഒരു സമ്മാനം തരാം. ചെറുക്കൻ ഓടി വീടിനകത്ത് കയറി വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എന്തെങ്കിലും കൊടുക്കാനാണോ വിളിച്ചത്? ഇല്ല നബിയെ, ഒരുപാട് നേരം വിളിച്ചിട്ടും വരുന്നില്ല, അപ്പോ അതുകൊണ്ട് വിളിച്ചതാ. കൊടുക്കാൻ വല്ലതും ഉണ്ടോ? ഒരു കാരക്കയുണ്ട് നബിയെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അതുകൂടെ ഇല്ലായിരുന്നെങ്കിൽ കള്ളം പറഞ്ഞ പാവം അള്ളാഹു നിനക്ക് എഴുതുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മള് മക്കളോട് പറയും, എടാ മോനെ അത് മേടിച്ചേരാ, ഇത് മേടിച്ചേരാ, അങ്ങനെ മേടിച്ചേരാ, എങ്ങനെ മേടിച്ചേരാ. മോനെ ഫോൺ വിളിക്കുമ്പോ വീട്ടിൽ പിരിവുകാരോ വന്നാ വാപ്പ ഇല്ലാന്ന് നീ തന്നെ പറഞ്ഞേക്കണേ. ഉടച്ചനമ്മ പറയാ, വാപ്പ വീടിനകത്തിരിക്കും, അള്ളാഹുബെ പിരിവിന് ആരെങ്കിലും വരുന്നത് കണ്ടാ പറയും വാപ്പ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കട, കള്ളം പറഞ്ഞേക്കട. നമ്മൾ തന്നെ മക്കളെ കള്ളം പഠിപ്പിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. അവസാനം നിന്റെ മക്കള് ഭൂലോക കള്ളരാകും, അവരുടെ രസം ഉണ്ടാവും. നിന്റെ മക്കള് കള്ളനെന്ന് പറഞ്ഞാൽ കള്ളന്മാരായിട്ട് ചരിത്രത്തിൽ കാണാം. ഖബറിനകത്ത് ജീവിതത്തിൽ എപ്പോഴും കള്ളം പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ ഖബറിനകത്ത് കൊണ്ടുവച്ചപ്പോ മുൻകറും നക്കീറും വന്നിട്ട് ചോദിച്ചു, മൻ റബ്ബുക. ഖബറിനകത്ത് 2 മലക്കുകൾ വന്ന് ചോദ്യം ചോദിച്ചപ്പോ ഈ മനുഷ്യൻ പറയാ, ഇപ്പൊ 2 വന്നിട്ട് പോയതേ ഉള്ളൂ, പിന്നെയും നിങ്ങളും വന്നു. അള്ളാഹു മുൻകറും നക്കീറും വിചാരിച്ചു, പടച്ചവന് ഞങ്ങളല്ലാതെ വേറെ ആരും ഖബറിൽ വരില്ല, ഇവെന്താടാ ഈ പറയണേ? ഇപ്പൊ 2 പേര് വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ, വീണ്ടും 2 വന്നിരിക്കുന്നു. പടച്ചോനെ 2 പേരും കൂടെ ചോദിച്ചു, അള്ളാഹു ഇതെന്താ പടച്ചോനെ? അപ്പൊ പറഞ്ഞ മറുപടി, ഓ നാവെടുത്ത കള്ളവേ പറയത്തുള്ളൂ, ചുമ്മാതെ പറഞ്ഞതാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എങ്ങനെ ബസ്സിൽ കയറുമ്പോ ടിക്കറ്റ് എടുക്കാൻ വന്ന് ചോദിക്കും, ടിക്കറ്റ് ഇല്ല, 1 മതി. കുട്ടി, അള്ളാഹു അവന് 2.5 വയസ്സായി. പെണ്ണ് കെട്ടാറായി സ്കൂളിൽ പഠിക്കുന്ന മക്കള്. പടച്ചോനെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എനിക്ക് അത്ഭുതം തോന്നി. ടിക്കറ്റ് എടുക്കുന്ന ആള് വന്നിട്ട് ചോദിച്ചു, കുട്ടി ഇല്ല, കുഞ്ഞിന് വയസ്സായില്ല. അപ്പൊ അവൻ അയാൾ ചോദിച്ചു, മോനെ നിനക്ക് എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കണത്. കുറച്ചനെ കഴിഞ്ഞില്ലേ? ഇതാ നമ്മുടെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടെ പറയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം വേണോ? ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ ദൂറഹമിൻ ഗഫൂർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന 3ാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? അത് കുടുംബ ബന്ധം ചേർക്കുന്നവരാ. തന്റെ ഉപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കുന്ന മക്കളാ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാട്, അവരെ ബഹുമാനിക്കുന്ന മക്കളാട്, അവരെ ആദരിക്കുന്ന മക്കളാട്, അവർക്ക് നൽകേണ്ട പരിഗണന നൽകുന്ന മക്കളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കളോട് സ്നേഹമുള്ള എത്ര മക്കളാ ഉള്ളത്? ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ടല്ലോ, കളവി നീ മിണ്ടരുതെന്ന് പറയുന്ന മക്കളുണ്ടല്ലോ, സ്വന്തം ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്ന മക്കളുണ്ടല്ലോ, സ്വന്തം ഉമ്മയോടും ബാപ്പയോടും നിസാര കാര്യത്തിന്റെ പേരിൽ പിണങ്ങി നടക്കുന്ന ചെറുപ്പക്കാരാ, എങ്ങനെ കഴിയുന്നു മോനെ? എങ്ങനെ കഴിയുന്നു മോനെ? നിന്നെ ഗർഭം ചുമന്ന, നിന്നെ മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച ഉമ്മാനെ വേദനിപ്പിക്കാ, സ്വന്തം ഉമ്മയോട് പിണങ്ങിയിട്ട് ഒരു രാത്രി ഉറങ്ങാൻ എങ്ങനെ കഴിയുന്നടാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വേണ്ട മോരെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ, ഉമ്മാന്റെ കണ്ണുനീര് വാങ്ങിവെക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മായുടെ മനസ്സ് വേദനിപ്പിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്നത് ദുനിയാവിൽ വെച്ച് തന്നെയാ. ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കള്, ആ മക്കൾക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത് ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയാരെന്നറിയുവോ ചെറുപ്പക്കാരാ? നിന്റെ ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്.
നിന്റെ ഉമ്മയുടെ കാൽ ചുവട്ടിലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു സഹാബി ചെന്നു. യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ, നിന്റെ ഉമ്മയോടാ, നിന്റെ ഉമ്മയോടാ. 3 പ്രാവശ്യം ഉമ്മ എന്നാ പറഞ്ഞത്. 4മതാണ് വാപ്പയുടെ പേര് പറഞ്ഞത്. കാരണം എന്ത്? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാട്. ഗർഭം ചുമന്നത് ഉമ്മയാട്, നൊന്ത് പ്രസവിച്ചത് ഉമ്മയാട്, പാല് തന്നത് ഉമ്മയാട്. പടച്ചവനെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാറുണ്ടോ? നിന്റെ ഗർഭം ചുമന്ന സമയത്ത് അല്ലാഹുവേ, ആരെങ്കിലും ഒരു മനുഷ്യർ നിന്റെ തോളിലേക്ക് കൈയൊന്നെടുത്ത് വെച്ചാ ഒരു 10 മിനിറ്റ് കഴിയുമ്പോ നീ പറയും എന്റെ തോളിൽ നിന്ന് കൈയെടുക്കാ. നിനക്കത് ഇഷ്ടപ്പെടൂല. 9.5 മാസം നിന്റെ ഉമ്മ വയറ്റത്ത് ചുമന്നുകൊണ്ട് നടന്നു മോര്. ഒന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കല്യാണത്തിന് പോകും, ഉമ്മയ്ക്ക് പോകാൻ കഴിയുന്നില്ല. ഉമ്മയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. ഒന്ന് നല്ലതുപോലെ നടക്കാൻ കഴിയുന്നില്ല. ഒന്ന് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാൻ കഴിയുന്നില്ല. കാരണം ഉമ്മാന്റെ വയറ്റിൽ നീ കടന്നത് കൊണ്ടാ പൊന്നുപോര്. എന്നിട്ട് നിന്നെ പ്രസവിച്ച അപ്പ എത്തെല്ലാം വേദന സഹിച്ചു പോര്. നിന്റെ ഉമ്മ എത്ര കരഞ്ഞിട്ടുണ്ടാകും. പ്രസവിക്കുന്ന സമയത്ത് നിന്റെ ഉമ്മ എത്ര വിളിച്ചു കൂവിയിട്ടുണ്ടാകും. ചെറുപ്പക്കാരാ, ആ മരണവേദന സഹിച്ചത് നിന്റെ ഉമ്മയാ മോനെ. പട്ടിണിയാണെങ്കിലും എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുമ്പോഴും നീ ഒന്ന് കരഞ്ഞാൽ ഓടി വന്ന് കോരിയെടുത്തത് നിന്റെ ഉമ്മയാ മോനെ. നിന്റെ മൂത്രവും കാഷ്ടവും എല്ലാം വാരിയതവരല്ലേ. ഇന്ന് നീ കൊട്ടാരം പോലെ ഒരു വീട് വെച്ചപ്പോ നിന്റെ ഉമ്മ അതിനകത്തൊന്ന് കാർക്കിച്ച് തുപ്പിയാ നിനക്ക് കഴിയില്ലല്ലോ. നിനക്ക് പണം കിട്ടിയപ്പോ, നിനക്കൊരു നല്ല പെണ്ണിനെ കിട്ടിയപ്പോ, ആ ഉമ്മയുടെ ദുആ കൊണ്ട് റബ്ബ് നിനക്കൊരു അനുഗ്രഹം തന്നപ്പോ നിന്റെ ഉമ്മ നിനക്ക് അധികം പറ്റായല്ലോടാ മനുഷ്യ. എങ്ങനെ കഴിയുന്നടാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. വാപ്പയ്ക്ക് പ്രതിഫലമില്ലെന്നല്ല, ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം, ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം. വാപ്പയുടെ മഹത്വം എന്തെന്നറിയോ? സ്വർഗത്തിലെ മധ്യത്തിലെ സ്വർഗത്തിന്റെ നടുക്കത്തെ കവാടം വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ കവാടത്തില് മധ്യഭാഗത്തെ വാതിലുണ്ടല്ലോ, മോനെ അതാണടാ വാപ്പ, മോനെ അതാണടാ വാപ്പ. വാപ്പയുടെ മനസ്സ് വേദനിപ്പിച്ചാലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ഉമ്മായുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിക്കരുത്. അവരെ സ്നേഹിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹു നിന്റെ ആയുസ് നീട്ടി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാപ്പയെയും ഉമ്മയെയും പൊന്നുപോലെ നോക്കുന്നവരുണ്ട്. പടച്ചവരെ, ഇന്ന് വാതിന് വരുമ്പോ പടച്ചവരെ ഹംസ എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞു, ഉസ്താദ് എന്റെ വാപ്പ മരണപ്പെട്ടു ഉസ്താദ്, എന്റെ ഉമ്മ രോഗിയാട്, എന്റെ ഉമ്മ രോഗിയാട്. പടച്ചവരെ ആഫിയത്ത് കൊടുക്കണം. പ്രായമായിട്ടും ഇന്നും നോക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന എത്രയോ മക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവര്, പ്രായമായ ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പടച്ചറപ്പ് അവരുടെ ആയുസ് നീട്ടിക്കൊടുക്കുകയാ. അവരുടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കും. 2, അവരെ ബഹുമാനിക്കുന്ന മക്കൾ അല്ലാഹു അവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്നെ പൊന്നുപോലെ നോക്കുന്ന, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചാരത്ത് വന്നിട്ട് വാപ്പയുടെയും ഉമ്മയുടെയും തലയിൽ ഇങ്ങനെ തലോടിയിട്ട് സംസം വെള്ളമെടുത്ത് വായിലൊടിച്ചു തന്നിട്ട്, വാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറഞ്ഞു തരുന്ന മക്കള് നിനക്ക് അല്ലാഹു തരും ചെറുപ്പക്കാരാ. അല്ലാഹുവേ, മൂന്നാമത്തെ പ്രതിഫലം നല്ല മരണവാപോര്. ഉമ്മയുടെ പൊരുത്തം കിട്ടിയാ, നിനക്ക് ജന്മം തന്ന ബാപ്പയുടെ പൊരുത്തം നേടിയാ, അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം നല്ല മരണവാ. നാലാമത്തെ പ്രതിഫലം കേൾക്കടോ പടച്ചറപ്പേ, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടും ചെറുപ്പക്കാരാ. ഉമ്മാനെ സ്നേഹിച്ച, ബാപ്പാനെ സ്നേഹിച്ച, പടച്ചറപ്പിന്റെ പൊരുത്തം നിനക്ക് കിട്ടും പൊന്നമോരെ. കാരണം അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞൊരു റിളൽ റബ്ബി റിളൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തി നിന്റെ ഉമ്മയിലാ, അല്ലാഹുവിന്റെ തൃപ്തി നിന്റെ ഉമ്മയുടെ തൃപ്തിയിലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിനകത്തിരുന്ന് ആരോ ഖുർആൻ ഓതുകയാണ്. ഒരു മനോഹരമായ ശബ്ദം, ഒരു മനോഹരമായ ശബ്ദം. ആരോ ഖുർആൻ ഓതുന്നത് അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുകയാ. ആ ഖുർആൻ ഓതുന്നത് കേൾക്കാ സ്വർഗ്ഗത്തിലെ ജനങ്ങൾ മുഴുവനും ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുകയാണ്. മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങൾ, സ്വർഗ്ഗവാസികൾ മുഴുവനും ആ ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ശബ്ദമാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാ ഈ ശബ്ദം? എനിക്ക് നല്ല പരിചയമുണ്ട്, ഈ ശബ്ദം എനിക്ക് നല്ല പരിചയമുണ്ട്. ആരാ? ആ സമയത്ത് മലക്ക് പറഞ്ഞു കൊടുത്തു, നബിയേ, ഹാരിസ് ഇബ്നു നുഅ്മാൻ, ഹാരിസ് ഇബ്നു നുഅ്മാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉപ്പാനെ സ്നേഹിച്ച, ഉമ്മാനെ സ്നേഹിച്ച, അല്ലാഹുവേ എന്ന വാക്ക് പോലും ഉമ്മയോട് പറയാത്ത മക്കള് വീടിനകത്ത് ലക്ഷക്കണക്കിന് കോടികൾ കൊടുത്ത് കെട്ടിയ വീടിനകത്ത് ഉമ്മ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയാൽ, അല്ലാഹുവേ ഉമ്മ കാർക്കിച്ച് തുപ്പിയാൽ, ഉമ്മാച്ചേ ഇത് ശരിയായില്ലെന്ന് പോലും പറയാത്ത മക്കൾക്ക് ഉമ്മ എന്ത് ചെയ്താൽ ഓടിച്ചെന്നിട്ട്, അല്ലാഹുവേ പടച്ചവനെ, ഉമ്മ നിന്റെ വീടിനകത്തൊന്ന് മൂത്രമൊഴിച്ചപ്പോ, ആ പാവം അറിയാതെ വന്ന് കാഷ്ടിച്ചപ്പോ, ഓർമ്മയില്ലാതെ നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പോ നിനക്ക് സഹിച്ചില്ലല്ലോടാ. നിന്റെ വീട്ടിലല്ലേ തുപ്പിയത്, പക്ഷേ നീ എവിടെയാടാ? നിന്റെ ഉമ്മയുടെ മടിയിൽ കിടന്നല്ലേ നീ മലമൂത്ര വിസർജനം നടത്തിയത്. നിന്റെ ഉമ്മയുടെ കഴുത്തിലൂടെ നീ എത്രയോ പ്രാവശ്യം ഛർദ്ദിച്ചിട്ടുണ്ടടാ. ആ പാപം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോനെ പോകട്ടടാ എന്ന് പറഞ്ഞു എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഉമ്മാന്റെ ശരീരത്തുകൂടെ എത്ര പ്രാവശ്യം നീ മലമൂത്ര വിസർജനം നടത്തി. ഇന്ന് നിന്റെ മക്കള് നിന്റെ ശരീരത്തൊന്നും മൂത്രമൊഴിച്ചാ പറ്റില്ലല്ലോ. ഞാനും കുട്ടികളെ എടുക്കുമ്പോ പറയും മൂത്രമൊഴിക്കോ. അല്ലാഹുവേ, ഞാനും നിങ്ങളും ഉമ്മയുടെ ശരീരത്ത് എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ട്. ആ ഉമ്മ നമ്മളെ കുറ്റപ്പെടുത്തിയില്ലല്ലോ, ശരിയായില്ലെന്ന് പറഞ്ഞില്ലല്ലോ. മോനെ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുർആൻ ഓതുന്ന ഒരു സഹാബിയെ കണ്ടു. പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന സഹാബി. ആയിഷ ബീവി ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കദാകൽ ബിർറു, ഉമ്മയ്ക്ക് ഗുണം ചെയ്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാ. ഉമ്മയ്ക്ക് ഗുണം ചെയ്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചാ നിന്റെ ആയുസ് കുറയും. ഒരു പെണ്ണും പിള്ള പറയുന്ന കേട്ട്, ഒരു പെണ്ണ് പറയുന്നത് കേട്ടിട്ട് നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചാ നിന്റെ ആയുസ് കുറഞ്ഞു പോകും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, പടച്ചവനെ, ഭാര്യമാരാണ് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്. ഉമ്മയെയും മകനെയും തെറ്റിപ്പിക്കുന്നതിൽ കൂടുതൽ പങ്ക് വഹിക്കുന്നത് ഭാര്യ. നിനക്കറിയാനിട്ടാ പെണ്ണ്, നിനക്കറിയാനിട്ടാ പെണ്ണ്.
നിന്റെ ഭർത്താവിനെ ഉമ്മയിൽ നിന്ന് പിരിപ്പിച്ച നഷ്ടം നിനക്കാ പെങ്ങള്. നിനക്കാ മനുഷ്യനെ കൂടുതൽ കാലം കിട്ടൂല. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള പറയുകയാ, ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിക്കുന്നവന്റെ ആയുസ് അല്ലാഹു കുറച്ച് കളയും. രണ്ട്, നീ നിന്റെ വാപ്പയോട് ചെയ്തതുപോലെ നിന്റെ മക്കളും നിന്നെ കരയിപ്പിക്കുമ്പോ ഒരു കരിവേപ്പിലയുടെ വില പോലും നിന്റെ മക്കള് നിനക്ക് തരൂല. സ്വന്തം വാപ്പാനെ അല്ലാഹുവേ വേദനിപ്പിക്കുന്ന മക്കളെ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ, വാപ്പാ നീ നിന്റെ ഉപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിച്ച വല്ലാഹി സത്യം നിന്റെ മക്കളും നിന്നെ വേദനിപ്പിക്കും വാപ്പാ. പ്രായമാകുന്ന കാലത്ത് നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കള് അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ പ്രതിഫലം കേൾക്കടോ, വാപ്പയുടെയും ഉമ്മയുടെയും കണ്ണ് നിറയിപ്പിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ കേട്ടടോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മ ഒരു സ്ഥലത്തേക്ക് പോകല്ലേ എന്ന് പറഞ്ഞാ പോകല്ലേ മോര്. ഉമ്മ പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. പിന്നെയും നീ ഇറങ്ങിപ്പോയാ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ കേൾക്കണോ. മഹാനായ ഫളിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഈ ചരിത്രം ഈ പാതിരാത്രി ഒരുമിച്ച് കൂടി യുവത്വത്തിനുള്ളതാ. മറക്കല്ലേ മോര്. കരിമ്പാറയിൽ എഴുതി വെച്ചതുപോലെ നിന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഫളിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വാപ്പ മരണപ്പെട്ടു പോയി, ഉമ്മ മറ്റൊരു വിവാഹം കഴിച്ചില്ല. പൊന്നുമോന് വേണ്ടിയാ ജീവിക്കുന്നത്. ഇന്നും അതുപോലെ എത്രയോ ഉമ്മമാരുണ്ട്. വിവാഹം കഴിക്കാൻ അവസരമുണ്ടായിട്ട് ഞാൻ പെണ്ണ് കെട്ടിയ എന്റെ മക്കൾ അയാള് സ്നേഹിക്കത്തില്ലല്ലോ. പടച്ചവരെ, എന്നിട്ട് പോലും വിവാഹം കഴിക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മമാര്. ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാര് കൂട്ടുകാര് മുഴുവനും ഒരിക്കൽ പറഞ്ഞു, ഫളില് ഞങ്ങളെല്ലാവരും കഅബ കാണാൻ പോകുകയാ, നീയും കൂടെ വരുന്നോ? ഫളില് ഞങ്ങളൊക്കെ ഉംറയ്ക്ക് പോകുകയാ, നീ വരുന്നോ? ഫളിൽ എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ഉമ്മാനോട് ചോദിക്കാതെ ഞാൻ വരൂല, എന്റെ ഉമ്മയോട് ചോദിക്കാതെ ഞാൻ വരൂല. ഫളിൽ എന്ന ചെറുപ്പക്കാരൻ ചെന്നിട്ട് പ്രായമായ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എല്ലാരും ഉംറയ്ക്ക് പോകുന്നു, ഞാൻ കൂടെ പോകട്ടെ ഉമ്മ? ഞാൻ ഇന്ന് വരെ മക്ക കണ്ടിട്ടില്ല ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ നീ പോയാ എനിക്കാരുമില്ലടാ ഫളില്, നീ പോയാ എന്നെ ആര് നോക്കും ഫളില്? എന്റെ പൊന്നുമോ പോകണ്ട എന്ന് ഉമ്മ പറയുകയാ. ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. കൂട്ടുകാര് മുഴുവനും കളിയാക്കി, എടാ കറങ്ങാനല്ല വിളിച്ചത്, എടാ അല്ലാഹുവിന്റെ കഅബ കാണാനാ വിളിച്ചത്, എന്നിട്ട് പോലും നിന്റെ ഉമ്മ നിനക്ക് അനുവാദം തരുന്നില്ലല്ലോ. കൂട്ടുകാര് മുഴുവനും കളിയാക്കിയിട്ട് മക്കയിലേക്ക് പോകുകയാണ്. ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാർ വീണ്ടും ചെന്നിട്ട് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഞാൻ പോകട്ടെ ഉമ്മ? വേണ്ടടാ പൊന്നുമോനെ. ആ ചെറുപ്പക്കാരന് വല്ലാത്ത ദേഷ്യം തോന്നി. ഉമ്മയുടെ അനുവാദത്തിന് കാത്തു നിന്നില്ല. പടച്ചവരെ, മക്ക എന്ന് പറയുന്ന പരിശുദ്ധമായ കഅബ കാണാ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഇറങ്ങി പോവുകയാ. ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഇറങ്ങി പോവുകയാ. പടച്ചവനെ, നടന്നു പോകുമ്പോ മനസ്സിന്റെ ഉള്ളില് സമാധാനമില്ല, ഉമ്മയുടെ പൊരുത്തവുമില്ല, കൂട്ടുകാരുടെ കൂടെ എത്താനും കഴിയുന്നില്ല. ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാർ മനസ്സിന് സമാധാനമില്ലാതെ നടന്നു പോകുമ്പോ അവിടുന്ന് ചിന്തിച്ചു, അല്ലാ ഒന്ന് പള്ളിയിൽ കയറി നിസ്കരിക്കാമല്ലോ, അല്ലാ നിസ്കരിച്ചാ മനസമാധാനം കിട്ടുമല്ലോ, നിസ്കരിച്ചാ മനസമാധാനം കിട്ടുമല്ലോ. ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒന്നുമെടുത്ത് പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നാട്ടുകാര് മുഴുവനും പള്ളിയിലേക്ക് ഓടുകയാണ്. നാട്ടുകാര് മുഴുവനും പള്ളിയിലേക്ക് ഓടി വരികയാ. കാരണം എന്തെന്നറിയുമോ? ആ നാട്ടില് വലിയ ഒരു കൊള്ള നടന്നു, ഒരു മോഷണം നടന്നു. മോഷ്ടിച്ചവൻ ഓടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. കള്ളനെ പിടിക്കാൻ എല്ലാവരും ഓടി വരുമ്പോ ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ
പള്ളിക്കകത്ത് നിൽക്കുകയാ. അവനാണ് കള്ളനെന്ന് കരുതിയിട്ട് നാട്ടുകാര് മുഴുവനും പിടിച്ചു കെട്ടുകയാണ്. നാട്ടുകാര് മുഴുവനും പിടിച്ചു കെട്ടുകയാണ്. എല്ലാവരും ഫളിലിനെ തല്ലുകയാ. എല്ലാവരും ഫളിലിനെ തല്ലുകയാ. പടച്ചവരെ, എന്നിട്ട് കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? അവന്റെ 2 കൈയും വെട്ടിമുറിക്കുകയാ. ഇവനിനി ഒരിക്കലും മോഷണം നടത്തരുത്. 2 കൈയും വെട്ടിമുറിച്ചു, 2 കാലും വെട്ടിമുറിച്ചു. അവന്റെ 2 കണ്ണുകളും ചൂടുന്നെടുക്കുകയാ. എന്നിട്ടൊരു കമ്പിന്റെ മുകളിൽ കെട്ടിയിട്ട് എല്ലാവരും കളിയാക്കിക്കൊണ്ടവനെ കള്ള എന്ന് വിളിക്കുമ്പോ ഫളിൽ റളിയല്ലാഹു തആല അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ. എന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. എന്റെ ഉമ്മയുടെ കണ്ണ് നിറയിപ്പിച്ചതിന് പടച്ചറപ്പെനിക്ക് തന്ന ശിക്ഷയാ. കയ്യും കാലും വെട്ടിമുറിച്ച് കണ്ണും ചൂടുന്നെടുത്തിട്ട് അല്ലാഹുവേ വഴിയിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്ന് യാചിക്കുകയാ. ആരെങ്കിലും എന്റെ ഉമ്മയുടെ മുന്നിൽ എന്നെ ഒന്ന് കൊണ്ടുപോകുമോ? എന്റെ ഉമ്മയുടെ കാലിൽ പിടിച്ച് പൊരുത്തം ചോദിക്കാരാ. എന്റെ ഉമ്മയോടൊന്ന് മരിക്കുന്നതിന് മുമ്പേ പൊരുത്തം ചോദിക്കാരാ. എന്റെ ദുനിയാവും പോയി എന്റെ ആഖിറവും കൂടെ നഷ്ടപ്പെടുത്തല്ലോ. തെരുവിൽ കിടന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ അല്ലാഹുവേ ഫളിലെന്ന ചെറുപ്പക്കാരൻ കിടന്ന് യാചിക്കുകയാണ്. ഏതോ വഴിയാത്രക്കാര് പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. ഒരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. അല്ലാഹുവേ, വാതില് തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു. വാതില് തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു. കൊണ്ടുപോയവർ ചോദിച്ചു, ഈ കിടക്കുന്ന പയ്യനെ അറിയുമോ? ഈ കിടക്കുന്ന മനുഷ്യനെ അറിയുമോ? ഉമ്മ നോക്കിയപ്പോ കൈയില്ല, കണ്ണില്ല, കാലില്ല. രക്തത്തിൽ കുളിച്ച് കിടന്ന് മരണത്തോട് മല്ലടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഉമ്മയ്ക്ക് മനസ്സിലായില്ല തന്റെ പൊന്നാര മകനാണെന്ന് മനസ്സിലായില്ല. ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല. ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല. ഉമ്മയുടെ ശബ്ദമങ്ങ് കേൾക്കും ഫളിലെന്ന ചെറുപ്പക്കാരൻ വിളിക്കുന്നു, ഉമ്മ. നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ കഅബ കാണാൻ പോയ ഫളില ഉമ്മ, എനിക്ക് അല്ലാഹു തന്ന ശിക്ഷയാ ഉമ്മ. തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ എടുത്ത് മടിത്തട്ടിൽ പിടിച്ചിട്ട് അല്ലാഹുവേ ആ ഉമ്മ കരയുകയാ. എന്റെ പൊന്നുമോനീ ഗതി വന്നല്ലോ, എന്റെ പൊന്നുമോനീ ഗതി വന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ വെച്ച് പടച്ചുറപ്പ് കൊടുത്ത ശിക്ഷയാ. സിനിമയ്ക്ക് പോയതല്ല, കറങ്ങാൻ പോയതല്ല, കളി കാണാൻ പോയതല്ല. പടച്ചറപ്പിന്റെ കഅബ കാണാൻ ഉമ്മയുടെ പൊരുത്തമില്ലാതെ ഇറങ്ങിപ്പോയ മകൻ അല്ലാഹു കൊടുത്ത ശിക്ഷയാ. അല്ലാഹുവേ, ഞാനും നിങ്ങളും എത്രയോ പ്രാവശ്യം നമ്മുടെ ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്തൊക്കെയോ നമ്മുടെ ഉമ്മാനെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. പലപ്പോഴും ആ പാപത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഇന്ന് നിന്റെ ഉമ്മയുടെ ദിവസമാടാ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് വഴുതുകടന്ന് വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നിന്റെ പെറ്റുമ്മാന്റെ കാല് പിടിച്ചിട്ട് കരമോനെ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ, ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല. ഉമ്മയുടെ കാല് പിടിച്ചിട്ട് കവിളിൽ വെച്ച് ചവിട്ടടാ പോരെ, ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ ചുംബിക്കടാ ചെറുപ്പക്കാരാ. അവിടെയാ മോനെ സ്വർഗം ഇരിക്കുന്നത്. എന്നിട്ട് വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയണം, വാപ്പാ നിങ്ങൾ സ്വർഗത്തിന്റെ മധ്യഭാഗത്തെ കവാടവാ. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ മധ്യഭാഗത്തെ കവാടം നിങ്ങളാ വാപ്പാ. നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ എനിക്ക് സ്വർഗം പോയിട്ട്, സ്വർഗത്തിൽ കിടക്കുന്നത് പോയിട്ട് സ്വർഗമൊന്ന് കാണാൻ പോലും എനിക്ക് യോഗ്യതയില്ല വാപ്പാ. അതുകൊണ്ട് മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങിയോ? ഇനി മരണപ്പെട്ടവനാണെങ്കിലും പള്ളിക്കാട്ടിലേക്ക് പൊക്കോ. ഈ സദസ്സിലിരിക്കുന്നവരിൽ എത്രയോ പേര് വാപ്പ മരിച്ചവരുണ്ട്, ഉമ്മ മരിച്ചവരുണ്ട്. പക്ഷേ ഈ മരിച്ച വാപ്പാനെ ഇന്ന് വരെ നീ ഒന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? എല്ലാവരും പറയും എന്റെ ഉപ്പ മരിച്ചു, ഉമ്മ
മരിച്ചു, അവർക്ക് അല്ലാഹു നല്ല മരണം കൊടുത്തെന്ന് പറയുന്നവരാ. പക്ഷേ സ്വന്തം ഉപ്പാനെ സ്വപ്നം കാണാ യോഗമുണ്ടോ ചെറുപ്പക്കാരാ? പാപ്പാ, നിന്റെ ഉപ്പാനെ ഇന്ന് വരെ നീ കണ്ടിട്ടുണ്ടോ? നിന്റെ ഉമ്മാനെ ഇന്ന് വരെ നിനക്കൊന്ന് സ്വപ്നം കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? നിനക്കതിനുള്ള യോഗം കിട്ടൂല, നിനക്കതിന് കഴിയൂല. കാരണം നിന്റെ ഉമ്മാനെയും ഉപ്പാനെയും മരിച്ചതിന് ശേഷം പോലും വെറുതെ വിടാത്ത മകനാ. ജീവിച്ചിരുന്ന കാലത്തും സന്തോഷം കൊടുക്കില്ല, മരിച്ചാലും വെറുതെ വിടൂല. അല്ലാഹുവേ, ഖബറിനകത്ത് കിടന്ന് കണ്ണീരാ. നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുവോ? ഖബറിനകത്ത് കിടന്ന് യാചിക്കുന്നു, അല്ലാ എനിക്കെന്റെ മക്കള് ദുആ ചെയ്യുന്നില്ല അല്ലാ, ഈ ലോകത്താരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് ഖബറിൽ കിടന്ന് ഖബറാളി യാചിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം ഉമ്മാനെ തെണ്ടിപ്പിച്ച മക്കളെ, സ്വന്തം വാപ്പാനെ യാചിപ്പിക്കുന്ന മക്കളെ, ഒരു ജീവിച്ചിരുന്ന കാലത്ത് പോലും ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടിയിട്ടില്ലടാ. അവര് കൈനീട്ടാതെ പട്ടിണി കിടന്നിട്ട് നിന്നെ വളർത്തി. ഇന്നാ പാവങ്ങള് തെണ്ടുകയാ, ഖബറിനകത്ത് കിടന്ന് ദുആയ്ക്ക് വേണ്ടി തെണ്ടുകയാ. അവര് രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിന്റെ മുകളിൽ കിടന്ന് സുഖിക്കുന്ന മുസ്ലിമേ, നാളെ ഇതാണ് നിന്റെ ഗതിയും, നാളെ ഇത് തന്നെയാ നിന്റെ ഗതിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവേ, പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയാ. അല്ലാഹുവേ, ഉമ്മയ്ക്ക് വില പറയാ, വാപ്പയ്ക്ക് വില പറയാ നമ്മൾ അർഹരല്ല. എന്ത് കൊടുത്താലും മതി വരില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാ പോകുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുന്നു, ഖബറിനകത്ത് കിടന്ന് റൗള കാണുന്നു, പരലോകത്ത് കയ്യെപ്പിടിച്ച് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടന്നു പോകുന്നു. ഒരു ദിക്ർ പറഞ്ഞു നമുക്ക് പിരിയാ. എന്റെ പ്രിയമുള്ളവരെ, ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് തരണമെന്നൊരാളെയും നിർത്തിയിട്ടുമില്ല. നിങ്ങൾ തരുമോ തരാതിരിക്കുകയോ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് നിങ്ങളുടെ ആഗ്രഹമാണ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നാലും എനിക്കൊന്നുമില്ല, തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. നിങ്ങളെ എല്ലാവരെയും അല്ലാഹു എന്റെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി. ഞാൻ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അല്ലാഹു ചോദിക്കും, സിറാജേ, ഒന്ന് ചോദിച്ചാ പോരായിരുന്നോടാ? ഞാൻ ഇഷ്ടപ്പെട്ടവരെ തരുമായിരുന്നല്ലോ, ഞാൻ ഇഷ്ടപ്പെട്ടവരെ തരുമായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, ഇന്ന് രാത്രി ഇവിടെ നിന്ന് വഴുതുകടിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെന്ന് മരിച്ച നിന്റെ ഉപ്പാനെ കാണടോ. മരിച്ചുപോയ ഉമ്മ ഇന്ന് പാതിരാത്രി വന്ന് ചിരിക്കുന്ന മുഖത്തോട് എന്നെ സ്വപ്നത്തിലേക്ക് കടന്നു വരണോ ചെറുപ്പക്കാരാ? പള്ളിക്കാട്ടിൽ കടന്ന് യാചിക്കുന്ന ഉമ്മയുടെ ഉമ്മയുടെ കബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കണോ, സ്വർഗത്തിന്റെ കവാടം തുറക്കണോ. അല്ലാഹുവേ, നിന്റെ ഉമ്മാനെയും വാപ്പാനെയും സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടത്തി ഉറക്കടോ. നിന്റെ മാതാപിതാക്കളുടെ മണ്ണറ മണിയറയാകാ. ജീവിച്ചിരിക്കുന്ന വാപ്പയും ഉമ്മയും അവരുടെ പൊരുത്തം കിട്ടാൻ, അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം കിട്ടാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി